സമാധാനമല്ല ഭിന്നതകളാണ്. ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ കരുതരുത്. സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരെയും മക്കൾക്ക് അമ്മയ്ക്കെതിരെയും ഒരു മകളെ അമ്മായിക്കെതിരെയും ഭിന്നിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ. തന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ തനിക്ക് യോഗ്യനല്ല. തന്നെക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. എൻ്റെ സ്നേഹബഹുമാനമുള്ള ലിയോ 14 മാർപ്പാപ്പ, എൻ്റെ സ്നേഹബഹുമാനമുള്ള എല്ലാ പിതാക്കന്മാരും, എല്ലാ ജില്ലയിലെ പിതാക്കന്മാരും, ഒരാളെപ്പോലും ഞാൻ ഒഴിവാക്കണില്ല. എല്ലാ പിതാക്കന്മാരും, എൻ്റെ എല്ലാ വൈദികരും, എല്ലായിടത്തുള്ള വൈദികരും എന്ന് വെച്ചാൽ ഞാൻ ആരെയും അതിലും ഒഴിവാക്കാതെ എനിക്ക് അത്രയ്ക്ക് നിങ്ങളെല്ലാം ഞാൻ ഹൃദയപൂർവ്വം ഞാൻ സ്നേഹിക്കണം. എന്ന് വെച്ചാൽ എൻ്റെ ജീവന് വേണ്ടി ഞാൻ നിങ്ങളെയൊക്കെ വിളിച്ച് അപേക്ഷിക്കണം. എൻ്റെ നാട്ടിലെ എൻ്റെ ചെല്ല മക്കളെ നിങ്ങളെയും ഞാൻ വിളിച്ച് എൻ്റെ ജീവൻ ആപത്താണെന്നൊക്കെ ഞാൻ യൂട്യൂബിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളെവിടെയും എൻ്റെ ഏറ്റവും നല്ല സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. എന്നുവെച്ചാൽ ഈ വചനത്തിൽ പറഞ്ഞതെല്ലാം സത്യമാണ്. എനിക്ക് യൂട്യൂബിൽ കയറി സംസാരിക്കാനപ്പോൾ ഒരു ഭയം പോലെ തോന്നിയാണ്. എന്നാലും ഞാൻ സംസാരിക്കുകയാണ് നിങ്ങളോടൊക്കെ. ഇതിൽ പറഞ്ഞ എല്ലാം മക്കളെ എനിക്ക് കൂടുതൽ സ്നേഹിക്കാൻ പറ്റുമോ? ഇനി ഞാൻ ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണേ. ദൈവത്തിൻ്റെ കുരിശും പിന്നാലെ എടുത്ത് ഇറങ്ങിയവളാണ്. അപ്പോൾ ആ കുരിശ് വഹിക്കണ ഒരമ്മയ്ക്ക് ഒരിക്കലും സ്വന്തം മാതാപിതാക്കളെയോ ആരെയും കൂടുതൽ സ്നേഹിക്കാൻ പറ്റില്ല. സ്വന്തം മക്കളെ പോലും കൂടുതൽ സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഒരു വൈദികനെയാണ് ആദ്യം മകനെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ മകനെ സ്നേഹിക്കാൻ പറ്റുമോ? കൂടുതലായിട്ടില്ല. ഒരിക്കലും എല്ലാവർക്കും ഒന്നുപോലെയുള്ള സ്നേഹമാണ്. ഒരിക്കലും ഒരു വൈദികനായിട്ട് ഒരു മകനായിട്ട് എനിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. സ്വന്തം മക്കളെ പോലും എനിക്ക് കൂടുതൽ സ്നേഹിക്കാൻ പറ്റുമെന്ന് ആദ്യം കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് ദൈവത്തെയാണ്. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഒരുപാട് പീഡനങ്ങളും ദൈവത്തിൻ്റെ പിറകെ കുരിശും എടുത്ത് പോകാനാണ് പറയുന്നത്. വചനത്തിൽ പറഞ്ഞ എല്ലാം സത്യമായ ഭാഗങ്ങളാണ്. എൻ്റെ ബന്ധുക്കൾ തന്നെ എനിക്ക് ശത്രുക്കൾ. എൻ്റെ ജീവന് ആപത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ജില്ലയിലെ പിതാക്കന്മാരെയും നിലവിളിച്ച് ഞാൻ നേരത്തെ യൂട്യൂബിൽ പറഞ്ഞ എനിക്കൊന്നും അറിവില്ലായിരുന്നു. ഞാൻ കണ്ണുകൊണ്ട് കണ്ടു, ചെവി കൊണ്ട് കേട്ടു, ഹൃദയത്തിലെല്ലാം സംഗ്രഹിച്ചു. അങ്ങനെയാണ് ഞാൻ നിങ്ങളോടെല്ലാം ഞാൻ സംസാരിച്ചത്. ഇതുവരെയ്ക്കും യൂട്യൂബിൽ കയറി അമ്മ ഇപ്പോഴിത് ആദ്യമായി പിന്നെ ഇടയാണെന്ന് വെച്ചാൽ ഭയക്കേണ്ട ആവശ്യമുണ്ടോ? ജീവൻ പോയാലും കുഴപ്പമില്ല. ഇവിടുത്തെ യുദ്ധം തീരും, ഇവിടുത്തെ കുരുക്കുകൾ തീരുമ്പം ഗൾഫിലുള്ള എൻ്റെ മക്കളെ എല്ലാ കുരുക്കുകളും തീരും. എൻ്റെ ചെല്ല മക്കളെ നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. നിങ്ങളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരണം. ദൈവത്തെ നമ്മൾ അറിയേണ്ടതുണ്ട് ഒരുപാട്. ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വേദനകളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. അതെല്ലാം കുരിശ് ദൈവം സഹിച്ചു, നമുക്ക് വേണ്ടി സഹിച്ചു. അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത് അവസാനം എന്തെല്ലാം കൊണ്ടുവിട്ടു? മരണത്തിലാണ് കൊണ്ടുവിട്ടത്. അപ്പം മരണമാണ്. അപ്പം എൻ്റെ കുടുംബത്തിൽ തന്നെ എനിക്ക് പ്രശ്നങ്ങളുണ്ട്. അവർ തന്നെ എൻ്റെ ശത്രുക്കൾ. ഈ വചനത്തിൽ പറഞ്ഞ പോലെ അവർ തന്നെ എനിക്ക് എല്ലാ അപ്പോൾ എൻ്റെ ചില മക്കളെ, നിങ്ങളുടെ നാട്ടിലെ എല്ലാ മക്കളും, വചനങ്ങൾ തൊട്ട് എല്ലാവരും, എൻ്റെ മക്കൾ വചനത്തെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. ദൈവം ഉണ്ടോ? ഉണ്ട് മക്കളെ, ഉണ്ട്. ദൈവത്തിൽ മുറുകെ പിടിച്ചതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത് ഇത്രയും വരെ അമ്മയ്ക്ക് എത്താൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഒരിക്കലും എത്താൻ കഴിയില്ല. എനിക്ക് ആരെങ്കിലും അറിയാമോ? എനിക്ക് ആരെയും അറിഞ്ഞുകൂടാ. ഞാൻ ഇതുവരെയ്ക്കും എൻ്റെ പിതാക്കന്മാരെയെന്ന് വിളിക്കണം. പക്ഷെ ആരോടെയും ഒരു പിതാവിൻ്റെ കൂടെ മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ. വചനം വഴി സംസാരിച്ചിട്ടുണ്ടോയെന്ന് എൻ്റെ വിൽസൺ സാമുൽ പിതാവിനോട്. അത് ഈ സ്ഥാനം ഒഴിയണതിന് മുമ്പേ ഞാൻ ചോദിച്ചു. ഞാൻ ഒത്തിരി കഥകൾ പറഞ്ഞുകൊണ്ടിങ്ങനെ എല്ലാവരുടെയും പറഞ്ഞുകൊണ്ടിങ്ങനെ ഈ വചനം വഴി പറഞ്ഞുകൊണ്ട് നടന്നു. അപ്പോൾ വചനം വഴി നീ പറഞ്ഞു എന്നുള്ള ഒരു വാക്ക് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അല്ലാതെ എനിക്ക് വല്ലതും കിട്ടിയോ? ഇല്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ കണ്ണുകൊണ്ട് കണ്ടു, ചെവി കൊണ്ട് കേട്ടു, ഹൃദയത്തിൽ എല്ലാം. എന്നിട്ട് നിങ്ങളോട് യൂട്യൂബിൽ സംസാരിച്ചു. അല്ലെങ്കിൽ ഒന്നും അമ്മ അറിഞ്ഞിട്ടല്ല സംസാരിച്ചത്.
എൻ്റെ മക്കളെ, നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. ഒന്നാമതായി നമ്മൾ സ്നേഹിക്കണം ദൈവത്തെ. എല്ലാ മക്കളും അവിടെ വൈദികരെ സ്നേഹിക്കുക. വൈദികരെ സ്നേഹിക്കുക പറയുമ്പം പോയി അവരെ ശല്യം ചെയ്യുകയല്ല. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കുക. ആദ്യം അനുസരണം. അവർ പറയും തിരുനാൾ വരികളെല്ലാവരും അടയ്ക്കണം, വരികൾ അടയ്ക്കണം. ഇതെല്ലാം നമ്മളൊന്ന് അനുസരിച്ച് കൊടുക്കുക മക്കളെ. ആരെങ്കിലും നിങ്ങളെ വഴക്ക് പറയണുണ്ടോ വൈദികർ? അവർ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുകയാണ് ചെയ്യണത്. വൈദികർ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ മാറി നിൽക്കരുത്. ഈ അമ്മയെ വഴക്ക് പറഞ്ഞാണ് സ്നേഹിച്ചത്, അല്ല സ്നേഹമല്ല അവർ തന്നത്. എനിക്ക് ഒരുപാട് പീഡനങ്ങൾ തന്നാണ് അമ്മയെ സ്നേഹിച്ചത്. അപ്പോൾ അതൊരു വൈദികൻ പറയണത് വഴക്ക് നമ്മളത് സഹിക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്കൊന്നും ജീവിതത്തിൽ അത് താങ്ങാൻ പറ്റാത്ത അനുഭവങ്ങളായിത്തീരും. ഒരു വൈദികൻ പറയണത് നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. വൈദികൻ പറയണത് എല്ലാ മക്കളും അനുസരിക്കണം. എല്ലായിടത്തും വൈദികൻ പണമല്ല ചോദിക്കണേ, അവൻ ന്യായമായുള്ള കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അത് നമ്മൾ അനുസരിക്കണം. അല്ല അനുസരണ എന്ന് പറയുമ്പം, സ്നേഹമെന്ന് പറയുമ്പം വൈദ്യനെ പോയി കരവിക്കാനോ അടുത്ത് പോയി സംസാരിക്കാനോ അല്ല. യുവജന മക്കളല്ല മക്കൾ, എൻ്റെ യുവജന മക്കളെ, ഇവിടെ തിരുനാളെല്ലാം കഴിഞ്ഞു പോയി. അമ്മയ്ക്ക് പോകാൻ അനുവാദം ഉണ്ടായിരുന്നു, അമ്മ കണ്ടില്ല. ഇവിടുത്തെ യുവജന മക്കൾ നല്ല ഇതായിട്ടൊക്കെ ഭയങ്കര അമ്മയ്ക്ക് കണ്ടേ ഇല്ല അമ്മ. എന്നാലും അമ്മയ്ക്ക് മനസ്സിൽ വന്നു ഒരു നല്ല ഇതായിട്ട് തിരുനാൾ നടത്തി എന്നുള്ള ഇത്. എൻ്റെ യുവജന മക്കളെ, എല്ലാ മക്കളും വൈദികൻ പറയണ അനുസരിക്കണം. ആദ്യം അനുസരണയാണ് വേണ്ടത്. നിങ്ങൾക്കും വലിയ പ്രവാചകരും എൻ്റെ യുവജന മക്കൾക്കെല്ലാം ആവാം. പ്രവാചകന്മാരും ഒക്കെ ആവാം. അതിനെന്തൊരു വേണം? അനുസരണ വേണം. ആദ്യം വൈദികൻ പറഞ്ഞാൽ അനുസരിക്കണം. വൈദികൻ വഴക്ക് പറഞ്ഞാൽ അത് സ്നേഹം കൊണ്ടാണ് പറയണത്. അമ്മയെ പറഞ്ഞപ്പോൾ അമ്മ എല്ലാവരുടെയും പറഞ്ഞു, അച്ഛനെ എന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മയ്ക്ക് ഇത്രയും വളർച്ച വന്നത് ഉണ്ടായി. നിങ്ങളെയൊക്കെ യൂട്യൂബിൽ എനിക്ക് സംസാരിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. അല്ലെങ്കിൽ കിട്ടുമോ? ഇല്ല, ഒരിക്കലും കിട്ടുകയില്ല. അമ്മ പറഞ്ഞു, അച്ഛൻ വഴക്ക് പറയുകയാണെങ്കിൽ അവൻ എന്നെ സ്നേഹിക്കുകയാണ്. ഒരു അധ്യാപകൻ നമ്മളെ വഴക്ക് പറയുകയാണെങ്കിൽ നമ്മളെ സ്നേഹിക്കുകയാണ് മക്കളെ. അവൻ പഠിക്കാൻ ഏറ്റവും പുറകെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ വൈദികൻ, ആ അധ്യാപകന് നമ്മളെ മുന്നിട്ട് കൊണ്ടുവരേണ്ടതില്ലേ? ഉണ്ട്. അവനെ പഠിക്കുന്ന പിള്ളേരോടൊപ്പം കൊണ്ടുവരാം. അപ്പോൾ ആ അധ്യാപകൻ പറയും, നീ മോശമാണ് പഠിക്കാൻ, നീ അയ്യം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം പറയുമ്പോഴേ നമ്മൾ വാശിയെടുത്ത് പഠിക്കുകയുള്ളൂ. അതിന് വേണ്ടിയാണ് അവരതൊക്കെ പറയണത്. അവർ പറയണത് നമ്മൾ അത് ദോഷമായി എടുത്താൽ നമുക്ക് എപ്പോഴും നാശമേ ഉണ്ടാവും. വൈദികർ പറയണ അനുസരിക്കുക. ആദ്യം അവരെ പറയണത് എന്താണെന്ന് ശ്രദ്ധിക്കുക. അവർ പറയണത് എല്ലാം ആൾക്കൂട്ടത്തില്ല. എന്നുവെച്ചാൽ വൈദികർ പറഞ്ഞ എല്ലാം ആൾക്കാരെ മുമ്പിൽ പറയണതാണ്. എല്ലാ കാര്യവും അവർ അതല്ല നമ്മൾ അനുസരിക്കുക. വരികളെല്ലാം കറക്റ്റ് അടയ്ക്കാൻ പറയും. തിരുനാൾ വരി അത് നമ്മളെ ഉത്തരവാദിത്തമാണ്. നമ്മളൊരു പള്ളിയിൽ എല്ലാം നമ്മളത് കറക്റ്റാണ് ചെയ്തത്. നമ്മളെ പള്ളിയിൽ ഇപ്പം നല്ലതായിട്ടെല്ലാം കഴിഞ്ഞു. പക്ഷേ തിരുനാൾ വരിയൊന്നും അടച്ചില്ല എന്ന് വൈദ്യം പറയണം. അതെല്ലാം നിങ്ങൾ അനുസരിക്കുക. നമ്മളെ പള്ളി പുനരുത്ഥാനത്തിൻ്റെ ഇതാണ്. എന്നുവെച്ചാൽ ദേവാലയം പുതുക്കിപ്പണിയെ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കൂപ്പനൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാ മക്കളും അതിൽ വൈദ്യൻ പറഞ്ഞ എല്ലാം സമയം ഈ ത്രേസ്യാപുരത്തുള്ള മക്കൾ, വേറെ എവിടെയെങ്കിലുള്ള മക്കളാണോ? അല്ല, ഈ ത്രേസ്യാപുരത്തെ മക്കൾ എല്ലാ മക്കളും. ഇനി 5 മാസം കൂടിയേ ഉള്ളൂ. ഈ മാസം ഇപ്പോഴ് 12-ാം തീയതി, ഈ ഞായറാഴ്ച കഴിഞ്ഞു, 2:30-ക്കല്ലേ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള നറുക്കെടുപ്പിൽ എല്ലാ മക്കളും സഹകരിക്കുക. വൈദ്യൻ പറയണ അനുസരിക്കുക. വൈദ്യൻ പറഞ്ഞ് അനുസരിച്ചാലേ നമുക്ക് വളർച്ചയുള്ളൂ. വൈദ്യൻ പറയണ അനുസരിക്കുക. ആദ്യം ദൈവത്തെ സ്നേഹിക്കുക മക്കളെ. ദൈവത്തെ സ്നേഹിച്ചാലേ നമുക്കെല്ലാ അനുഗ്രഹവും നമുക്ക് കിട്ടുകയുള്ളൂ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക. എൻ്റെ പിതാക്കന്മാരെ, നിങ്ങളെല്ലാം സ്നേഹമുള്ളവരായിരിക്കും. നിങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കണം. അപ്പോഴേ നമുക്ക് വളരാൻ പറ്റുകയുള്ളൂ. അമ്മ പറയുകയാണ്, ഞാൻ പറയുകയാണ്, നമുക്കെല്ലാം ഒരുമിച്ച് നിൽക്കാം. നിന്നില്ല എങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും. അതൊന്നും നമുക്ക് അതിജീവിച്ച് മുമ്പോട്ട് കിടക്കാൻ പറ്റുകയില്ല. എല്ലാവരും സ്നേഹത്തോടെ ഇരിക്കണം. വൈദികർ എല്ലാവരും സ്നേഹത്തോടെ ഇരിക്കണം. ഈ സ്നേഹമാണ് നമ്മളെ വളർച്ച, അല്ലേ? ആണ്. നമ്മളെല്ലാം ഒരുമിച്ചിരിക്കണം. സഭ, കുടുംബം എന്ന് പറയുമ്പോൾ ശത്രുക്കളെ വീട്ടിലല്ല വിളിച്ചുകൊണ്ട് വരാനുള്ളത്. ശത്രുക്കളെ കുടുംബമായ ദേവാലയത്തിലാണ് നമ്മളെല്ലാ ശത്രുക്കളെ ഒരുമിച്ച് കൂട്ടി. അവിടെ നമുക്ക് ശത്രുത ഉണ്ടോ? ഇല്ല. യേശു പറഞ്ഞ് പഠിപ്പിക്കണം. അവിടെയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത്. ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് മക്കളെ. എൻ്റെ യുവജനങ്ങളെ, നിങ്ങൾക്കും അപ്പോസ്തലനെ പോലെയൊക്കെ വലിയ പ്രവാചകന്മാരും ഒക്കെ ആവാം. നിങ്ങൾ വൈദ്യൻ പറഞ്ഞ അനുസരിക്കാതെ. യുവജനങ്ങളെ, നിങ്ങൾ വലിയ ഓരോ കഴിവുകളിലുള്ള മക്കളാണ്. നിങ്ങൾക്ക് അത് ആലോചിക്കാനുള്ള ബുദ്ധികളും പഠിക്കുക. നിങ്ങളെല്ലാ മക്കളും, എൻ്റെ മക്കളെ
പോലെ പറയുകയാണ്, നിങ്ങളെല്ലാം പഠിക്കുക. നിങ്ങളെ ഇരുട്ട് മുറിയിൽ പോലും അടച്ചാൽ പോലും നിങ്ങൾ ദൈവത്തെ നിലവിളിക്കുക. നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുക. എൻ്റെ മോൻ കോളേജിൽ പോയി, അവൻ പറയുകയാണ് ഇരുട്ട് മുറിയിൽ. ഞാൻ പറയും, മോനെ നീ ദൈവത്തോട് പ്രാർത്ഥിക്കും. അല്ല, അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റും. അതുപോലെ അമ്മ പറയുകയാണ്, ദൈവത്തെ നീ വിശ്വസിച്ചിരി. വിശ്വാസമില്ലാത്ത മോനോട് ഞാൻ പറയാണ്, എൻ്റെ യുവജനത്തിൽപ്പെട്ട മോനോട് പറയാണ്, നീ ദൈവത്തെ വിശ്വസിച്ചിരി. എങ്കിൽ ദൈവം നിനക്ക് രക്ഷയായി വരും. അതുപോലെ തന്നെ എല്ലാ മക്കളോടും ഞാൻ പറയുകയാണ്, മക്കളെ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാം നന്മയായിത്തീരും. അമ്മയെ ഒരു വൈദ്യനും സ്നേഹിച്ചിട്ടില്ല, അമ്മയെ വേദനിപ്പിച്ചു. അപ്പം അമ്മ പറഞ്ഞു, സ്നേഹമാന്ന് പറഞ്ഞു നടന്നു. അതാ അമ്മയ്ക്ക് ഇത്രയും വളർച്ച. വൈദ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിച്ചു. വഴക്ക് പറഞ്ഞിട്ടും വൈദ്യൻ പറഞ്ഞു, ഈ പള്ളിയിൽ ഇപ്പം അമ്മയ്ക്ക് ത്രേസ്യാപുരം പള്ളിയിൽ അമ്മ പോകണില്ല. കാരണം നിങ്ങൾക്ക് അറിയണം. കുരിശിൻ്റെ പ്രാർത്ഥന ദുഃഖവെള്ളിയിലന്ന് അമ്മ മുമ്പ് നിന്നതായിരുന്നു പ്രശ്നം. അച്ഛൻ്റെ അടുത്ത് എല്ലാവരും കൂടി പരാതിക്ക് പോയി. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, ചേച്ചിയെ ഇനി ഇവരെ പള്ളിയിലുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും ഈ ചേച്ചി താമസിക്കണില്ല. അപ്പോൾ ഈ ചേച്ചിയോട് ഒന്ന് മാറി നിൽക്കാൻ പറ. വൈദ്യൻ പറഞ്ഞാൽ അനുസരിക്കണ്ടേ? വൈദ്യൻ പറഞ്ഞത് അനുസരിച്ചാണ് ഞാൻ മാറി നിൽക്കുന്നത്. പറഞ്ഞാൽ അനുസരിക്കണം. ഭർത്താവിൻ്റെ ഫോണിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നിറച്ച ആളുകൾ നിൽക്കുകയാണ്. അപ്പോഴാണ് വൈദ്യൻ ഇത് വിളിച്ച് പറയണത്. അപ്പോൾ നീ പോണതുകൊണ്ട് പ്രശ്നമാണെന്ന്. അപ്പം ഞാൻ മാറി നിൽക്കുകയാണ്. അപ്പം ദൈവം വരത്തില്ലേ? 100 ആടിൽ ഒരു ആടിനെ കണ്ടില്ലെങ്കിൽ ദൈവം വരും തേടി. ഈ അമ്മയെ തേടി വന്ന് വിളിക്കും. ആ പള്ളിയിൽ പോകാൻ കരുതി അമ്മ വിശ്വസിക്കുകയാണ്, വചനത്തിൽ വിശ്വസിക്കുകയാണ്. ദൈവം വരും. വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, 100 ആടുള്ള ഒരു ദേവാലയം, ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ദേവാലയം തന്നെ. ആ കുടുംബത്തിൽ ഒരാടിനെ കണ്ടില്ല, കുഞ്ഞാടിനെ കണ്ടില്ല. ആ കുഞ്ഞാടിനെ തേടി ദൈവം വരും. അമ്മ വിശ്വസിക്കുകയാണ്, എൻ്റെ വീട്ടിൽ ദൈവം വരും. എൻ്റെ ചെല്ല മക്കളെ, നമ്മളെ വിശ്വാസമാണ് നമ്മളെ ജീവിക്കാൻ മുമ്പോട്ട് പ്രേരിപ്പിക്കണേ. നമുക്ക് സന്തോഷമായിരിക്കാം, സ്നേഹമായിരിക്കാം. എല്ലാവരോടെയും വിരോധങ്ങളും വിദ്വേഷങ്ങളും എല്ലാം മാറ്റി നമുക്ക് ഒന്നായി നിൽക്കാം മക്കളെ, എൻ്റെ ചെല്ല മക്കളെ. അമ്മ യൂട്യൂബിൽ പിന്നെയും വരികയാണ്. ഓരോ ദിവസം അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്നാലും സംസാരിക്കാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു. നിങ്ങളെ മക്കളെന്ന് വിളിക്കാൻ പാടില്ല, എൻ്റെ ചെല്ലങ്ങളെന്ന് വിളിക്കാൻ പാടില്ല. അമ്മ സങ്കടപ്പെട്ടു. പക്ഷേ ദൈവം അതിനൊരു സമയമുണ്ട് ഇല്ലേ? എല്ലാ മക്കളും കരുണയുടെ സഹായം ചെയ്യുക. എല്ലാ മക്കളും നമ്മളെ ദേവാലയ പുനരുത്ഥാനത്തിന് വേണ്ടിയുള്ള സഹായം ചെയ്യാൻ പറ്റുന്ന മക്കളെല്ലാം ചെയ്യുക. ഇവിടുത്തെ കുരുക്കുകൾ അഴിയുമ്പോൾ എൻ്റെ ഗൾഫിലുള്ള മക്കളുള്ള കുരുക്കുകളെല്ലാം അഴിയും. ഇവിടെ അമ്മയ്ക്കും പ്രശ്നമാണ്. അപ്പോൾ അതുപോലെ അമ്മ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം, അമ്മ ഒന്നും അറിയാതെയാണ് പാവങ്ങളുടെ അമ്മ എന്നതിൽ വെച്ചത്. ഒത്തിരി പറയാനുണ്ട്. അമ്മ ഇനി അത് സംസാരിക്കും. തുടർന്ന് കാനായിലെ കല്യാണ വീട്ടിലെ വിരുന്ന് ഇതെല്ലാം അമ്മ കണ്ടില്ലാന്ന് പറഞ്ഞു. ഇതെല്ലാം അമ്മ കണ്ടു. ഇപ്പം അമ്മ യൂട്യൂബിൽ ഇടാതെ ഇരുന്നപ്പോൾ ഇതെല്ലാം അമ്മ കണ്ടു. നിങ്ങളോടെല്ലാം, എൻ്റെ മക്കളോടെല്ലാം അമ്മ സംസാരിക്കും. നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണേ. നിങ്ങളെല്ലാം സമാധാനമുള്ള മക്കളായിരിക്കണം. ആരും ഇല്ല. എല്ലാവരും അവരൊരു ജോലി ചെയ്യണ പൈസ സ്വന്തമായി നിങ്ങളെ അക്കൗണ്ടുകളിലിട്ട് സൂക്ഷിക്കുക. ജോലി കഷ്ടപ്പെടുന്ന പൈസ അവരവർക്കുള്ളതാ മക്കൾ. അത് സന്തോഷമായിരിക്കുക. അമ്മ പറയാ, നിങ്ങളെ കൊണ്ട് പറ്റണത് നിങ്ങൾക്ക് സഹായിക്കാം, എല്ലാ മക്കൾക്കും സഹായിക്കാം. ഞാൻ നിർത്തട്ടെ മക്കളെ. എല്ലാ മക്കൾക്കും അമ്മ പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാം നല്ല അനുഗ്രഹമുള്ള മക്കളും സ്നേഹമുള്ള മക്കളും ഒക്കെ ആയിത്തീരാൻ. അനുഗ്രഹമുള്ള രോഗങ്ങളില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നവുമില്ല. രോഗമാണ് ചിലപ്പോൾ നമ്മളായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറി നിങ്ങളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്.